പ്രിയമുള്ളവരെ, ഇന്ന് മനുഷ്യൻ രക്ഷയ്ക്കു വേണ്ടി പരക്കം പായുകയാണ്, സമാധാനത്തിനു വേണ്ടി ഓടുകയാണ്, സ്നേഹം അന്വേഷിച്ച് അലയുകയാണ്, സന്തോഷം തേടി മറ്റു പല വ്യക്തികളുടെയും പുറകെ ഓടുകയാണ്. ഏകരക്ഷകൻ ഈശോ മാത്രമാണ്. സന്തോഷത്തിനു വേണ്ടി, സമാധാനത്തിനു വേണ്ടി, രക്ഷയ്ക്കു വേണ്ടി, സ്നേഹത്തിനു വേണ്ടി നാം ഈശോയിലേക്ക് നോക്കണം. ഈശോയുടെ ജനന സമയത്ത് ഈശോയെക്കുറിച്ചൊരു പ്രഖ്യാപനമുണ്ടായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 10-11 വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ഈശോ ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. എങ്കിലും അവൻ്റെ ജനന സമയത്ത് അവനെക്കുറിച്ച് ഒരു പ്രഖ്യാപനമുണ്ടായി. സ്വർഗത്തിൽ മാലാഖമാർ പ്രത്യക്ഷപ്പെട്ട് ആട്ടിടയരോട് പറഞ്ഞു, ഇതാ നിങ്ങൾക്കായി ഒരു രക്ഷകൻ, കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ ലൂക്കായുടെ സുവിശേഷം 10-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ, മാതാവും യൗസേപ്പ് പിതാവും ഈശോയെ ദേവാലയത്തിൽ കാഴ്ചവെച്ചപ്പോൾ, ശിമയോൻ ഈ ഉണ്ണിയേശുവിനെ കൈകൾ എടുത്തുകൊണ്ട് പറയുകയാണ്, ഇതാ സകല ജനതകൾക്കും വേണ്ടിയുള്ള രക്ഷ, സകല ജനതകൾക്കും വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം കാണുന്നുണ്ട്, ആകാശത്തിന് കീഴെ ഭൂമിക്ക് മുകളിൽ മനുഷ്യ രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല, യേശുവിൻ്റെ നാമമല്ലാതെ. വിശുദ്ധ പൗലോസ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും സത്യമറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. സകല ജനതകളും രക്ഷിക്കപ്പെടണമെന്നും സത്യം അറിയണമെന്നും ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, രക്ഷയ്ക്കായി നമുക്ക് ഈശോയിലേക്ക് നോക്കാം. ഇസ്രായേൽ ജനം മരുഭൂമിയിൽ ഉയർത്തിയ പിത്തള സർപ്പത്തെ നോക്കി രക്ഷ പ്രാപിച്ചതുപോലെ നാം രക്ഷ പ്രാപിക്കാനായി കുരിശിൽ ഉയർത്തപ്പെട്ട ഈശോയിലേക്ക് നോക്കണം.